24 ബ്രേക്കിംഗ്. ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ നിന്നും തഴഞ്ഞതിലെ ഗ്രൂപ്പിന് അതിർത്തി. ദേശീയ നേതാക്കളെ കണ്ട് അതിർത്തി അറിയിച്ചു. രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഫോണിൽ അതിർത്തി അറിയിച്ചു. അലക്സ് റാമും ചേരുന്നു. അലക്സ്, പറയുന്നത് ശരിയാണ്. അവസാന നിമിഷം വരെ ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിലേക്ക് പോയി. ആദ്യം മുതൽ തന്നെ ഒരുപക്ഷെ മന്ത്രിസഭയിലെ ഉറച്ച പേരുകാരനായി കേട്ടത് ചാണ്ടി ഉമ്മനെയാണ്. എന്തുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ ചാണ്ടിക്ക് ക്യാബിനറ്റിലേക്ക് എത്താൻ കഴിയാതിരുന്നത് എന്നിപ്പോഴും അറിയില്ല. അപ്പോൾ അതിൽ എ ഗ്രൂപ്പിന് കടുത്ത അതിർത്തിയും രോഷവും ഉണ്ട് അല്ലേ അലക്സ്? ഹാഷ്മി, നിസ്സംശയം പറയാം, പലവിധമായ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ചാണ്ടി ഉമ്മൻ അവസാനം വരെ മന്ത്രിസഭയിലേക്ക് തന്റെ പേര് ഉറപ്പിച്ചിരുന്നത്. ഒന്ന് യുവാക്കളുടെ പ്രാതിനിധ്യം, ഒന്ന് വൻ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA, ജനകീയനായ യുവ നേതാവ്, മറ്റൊന്ന് ഉമ്മൻചാണ്ടി ഫാക്ടർ. ഇതെല്ലാം പരിഗണിച്ച് ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ് മന്ത്രിസഭയിൽ, VD സതീശൻ മന്ത്രിസഭയിൽ. പക്ഷേ അദ്ദേഹത്തെ തഴഞ്ഞു എന്നുള്ളതാണ് എ ഗ്രൂപ്പിന്റെ പൊതുവികാരം. അതായത് എ ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി, ചാണ്ടി ഉമ്മനെ ഏറ്റവും ഒടുവിൽ തഴഞ്ഞതിലുള്ള അതൃപ്തി എ ഗ്രൂപ്പ് അത് AICC ദേശീയ നേതൃത്വത്തെ, അതായത് AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാലിനെയും ദീപാദാസ് മുൻഷിയെയും നേരിട്ട് കണ്ട് ബെന്നി ബെഹനാൻ MP അടക്കമുള്ള എ ഗ്രൂപ്പിലെ പ്രധാന നേതാക്കൾ ഇതിൽ തങ്ങളുടെ അതൃപ്തി കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഫോണിൽ ഈ അതൃപ്തി അവർ അറിയിച്ചിട്ടുണ്ട്. ഈ നേതാക്കളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിലുടനീളം ഉമ്മൻചാണ്ടി ഫാക്ടർ വർക്കൗട്ട് ആയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച് വോട്ട് പിടിച്ചു എന്നാണ് അവർ പറയുന്നത്. ആദ്യ അവസാനം വരെ ചാണ്ടി ഉമ്മന്റെ പേര് പരിഗണിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാതെ തഴഞ്ഞത് അത് ഉമ്മൻചാണ്ടിയോടുള്ള അവഹേളനമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെ AK ആന്റണി AICC നേതൃത്വത്തെ അറിയിച്ചതായും വിവരം വരുന്നുണ്ട്. അതായത് ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ AK ആന്റണിക്കും അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഹാഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.